കൂട്ടുകാർക്കും ദിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് ചേന മെഴുക്കുവരട്ടി വെക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ചേനയെ നമ്മൾ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് കഴുകി വാരി വെച്ചേക്കുവാണ്. ഇതിലേക്ക് നമ്മൾ അല്പം മുളക് പൊടി ഇടാൻ പോവാണ്. അതിനകത്ത് ഒരു സ്പൂൺ മുളക് പൊടി നമ്മൾ ഇപ്പോൾ ഇടും. ഇനി ഒരു ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടിയൂടെ ഇടുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കുകയാണ്. പിന്നെ ഇതിന് ഏകദേശം നകക്കെയുള്ള വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നമ്മൾ മൂടി തീ കൊടുത്ത് അതിനെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് വെന്ത് പോകല്ലേ, മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയാണ്. നമ്മൾ ചേനയോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് തീയും കൊടുത്തേക്കുവാണ്. ഇതിനെ മൂടി വെച്ച് ഇനി നമ്മൾ ഇതിനെ വേവിക്കും. നമ്മുടെ ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടോ, നല്ലപോലെ വെന്തു. ഇനി ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്നത് മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടിയുമാണ്. ഇനി ഇതിനകത്ത് കുരുമുളക് നല്ല മുഴുവൻ കുരുമുളക് ഇടിച്ചിടുന്നതാണ് ടേസ്റ്റ്. കുരുമുളക്, വെളുത്തുള്ളി, വറ്റൽമുളക് ഇത് മൂന്നും നന്നായിട്ട് ചതച്ചിട്ട് അതിനെ നമ്മൾ നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് ആഡ് ചെയ്ത് അതിലോട്ട് നമ്മുടെ ഈ ചേനയെ നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ചേനയെ നമ്മൾ ഇറക്കുകയാണ്. പിന്നെ എന്നിട്ട് നമുക്കതിനെ വെളിച്ചെണ്ണയിലായിട്ട് ആഡ് ചെയ്യണം. വെളിച്ചെണ്ണയിൽ ആഡ് ചെയ്ത് നന്നായിട്ട് നമ്മളതിനെ മൂപ്പിച്ച് എടുക്കണം. നമ്മുടെ ചേന നന്നായിട്ട് തോർന്നു, കണ്ടോ. നമ്മുടെ വെള്ളമെല്ലാം പറ്റി നന്നായിട്ടത് തോർന്നു കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ പഴയ അമ്മമാരൊക്കെ ഉള്ള വീടുകളിൽ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. എങ്കിലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇതിന് 4 വറ്റൽമുളകും ഒരു 10 മണി കുരുമുളക് ഇടുകയാണ്. വെളുത്തുള്ളിയാണെങ്കിൽ തൊലി കളയാതെ എടുത്ത് ഏകദേശം 1 കുടം വെളുത്തുള്ളിയുണ്ട്. അതും നന്നായിട്ട് ചതയ്ക്കുക ചെയ്യേണ്ടത്. പൊടിഞ്ഞു പോകാതെ നന്നായിട്ട് ചതയ്ക്കണം. അത് നമ്മുടെ പാന് നല്ലതായിട്ട് ചൂടായി അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ ഇടിച്ചു വെച്ചതായ മുളക്, വെളുത്തുള്ളി, കുരുമുളക് അതിനകത്തോട്ട് നമ്മളത് ആഡ് ചെയ്യുകയാണ്. ഏകദേശം ഒന്ന് മൂക്കുമ്പോൾ നല്ലൊരു മണം വരും. നന്നായിട്ട് ഏകദേശം അതിനെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ചേന അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. മൂത്ത് പോകരുത്, മൂത്ത് പോയാൽ അതിന് അഴുക്കാണ്. നമ്മുടെ ചേന ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. ചേന നന്നായിട്ട് വെന്ത് നമുക്ക് ഇതിന് മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ടതായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വറ്റൽമുളകൊക്കെ നമ്മുടെ എരിയുടെ ആവശ്യം അനുസരിച്ച് വേണം വറ്റൽമുളക് ഇടാൻ. ചേന നന്നായിട്ട് മൂത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും ഇളക്കിയാൽ ചിലപ്പം കുഴഞ്ഞു പോകും. എന്നാലും നമ്മൾ ഇളക്കി
ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കൂട്ടിയൊക്കെ നോക്കണം, വെച്ച് കൂട്ടി നോക്കണം. നമ്മുടെ മെഴുക്ക് പുരട്ടി മൂത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇതിന് വെളിച്ചെണ്ണയൊക്കെ നമ്മൾ എത്ര ഒഴിച്ചാലും ചേനയല്ലേ, ചേന അതങ്ങ് കുടിക്കും. പിന്നെ കൊളസ്ട്രോള് BP ഒക്കെ ഉള്ളവർക്ക് അധികം പിന്നെ വെളിച്ചെണ്ണയൊന്നും ചേർക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ വെളുത്തുള്ളിയൊക്കെ ചേന എല്ലാ രോഗമുള്ളവർക്കും കഴിക്കാവുന്ന ഒന്നാണ്, ഷുഗറോ ഒക്കെ ഉള്ളവർക്ക്. അതുപോലെ വെളുത്തുള്ളി ആണെങ്കിലും ശരീരത്തിന് ഏറ്റവും നല്ല ഒരു സാധനമാണ്. നമ്മുടെ ചേന മെഴുക്കുവരട്ടി കണ്ടോ നന്നായിട്ട് മൂത്തു, ഇനി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ചിലർക്ക് നല്ലപോലെ അങ്ങ് മൂക്കണം, ഓരോരുത്തർക്ക് ഓരോരോ പരുവമാണ്. നമ്മളതിനെ ഒരു പാത്രത്തിലോട്ട് ആഡ് ചെയ്യുകയാണ്. കണ്ടോ നമ്മുടെ ചേന മെഴുക്കുവരട്ടി റെഡിയായി. കൂട്ടുകാരെ, നമ്മുടെ ചേന മെഴുക്കുവരട്ടി കണ്ടോ റെഡിയായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വെച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക.